നടിയുടെ കേസിൽ ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷം അത് 1714 പേജുള്ള ഇംഗ്ലീഷിലുള്ള ഒരു ജഡ്ജ്മെൻ്റായിരുന്നു. ആ ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷം കുറച്ചൊക്കെ ജഡ്ജിനെ പറ്റിയും അതുപോലുള്ള കാര്യങ്ങളെപ്പറ്റിയുമുള്ള പല കാര്യങ്ങളും സാധാരണക്കാർക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയും എന്തുകൊണ്ടാണ് ദിലീപിനെയും മറ്റുള്ളവരെയും വിട്ടയച്ചതെന്നും 1 മുതൽ 6 വരെ പ്രതികളെ മാത്രം അതിൽ ശിക്ഷയ്ക്ക് വിധേയരാക്കിയതെന്നും ഉള്ള കാര്യങ്ങൾ മലയാളത്തിൽ വിശദീകരിക്കുന്ന പ്രധാന വ്യക്തിയാണ് ശ്രീജിത്ത് പണിക്കർ. അനിൽ ഇമ്മാനുവൽ, വടയാർ സുനിൽ എന്നിവരും ഇത് നന്നായി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇവരുടെ ഈ പ്രഭാഷണങ്ങൾ വളരെയധികം പ്രയോജനകരമാണ്. കാരണം അവർക്കാർക്കും ഈ 1714 പേജുള്ള വിധിന്യായം വായിച്ച് മനസ്സിലാക്കുന്നതിനും അത് അനുസരിച്ച് ഇതിലെ കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നതിനോ സാധ്യമല്ലാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിൻ്റെ കാര്യകാരണങ്ങളാണ് ഇപ്പോൾ ശ്രീജിത്ത് പണിക്കരും വടയാർ സുനിലും അനിൽ ഇമ്മാനുവലും എല്ലാം നിർവഹിക്കുന്നത്. ഇതുകൂടാതെ നിരവധി മറ്റ് ചാനലുകളും ഇക്കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അത് നിർത്തണം, മാത്രമല്ല ശ്രീജിത്ത് പണിക്കർക്കെതിരെ കേസെടുക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട് ഒരു വിഭാഗം ആക്ടിവിസ്റ്റ് ലേഡീസ് എന്ന് പറയാവുന്ന വനിതാ വിഭാഗം പരാതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തതായി കാണുന്നത്. അത് എന്തൊരു കാര്യമാണിപ്പോൾ? കാരണം ശ്രീജിത്ത് പണിക്കരുടെ സ്വന്തമായ ഒരു അഭിപ്രായവും അവിടെ പറയുന്നില്ല. ജഡ്ജ്മെൻറ്റിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഗൂഢാലോചന തെളിഞ്ഞില്ല എന്ന് പറയുന്നതും അതുപോലെ മറ്റ് തെളിവുകൾ എങ്ങനെയൊക്കെ തെറ്റാണ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ശ്രീ വടയാർ സുനിലും അതുപോലെ അനിൽ ഇമ്മാനുവലും എല്ലാം ചെയ്യുന്നത് കൃത്യമായിട്ട്. കാരണം അതിൽ തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഈ കേസിൽ ഓരോ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരെ അവർക്കെതിരെ നടപടിയെടുക്കാനായിട്ട് ജഡ്ജ് DGPയോട് ആവശ്യപ്പെടുന്നുണ്ട്. വാസ്തവത്തിൽ ഈ കേസിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതാണ് ഇവർ ചെയ്യേണ്ടിയിരുന്നത്. അതായത് കേസ് അന്വേഷിക്കേണ്ട വിധത്തിൽ ശരിയായി അന്വേഷിക്കാതെ ദിലീപിനെതിരെ ഒരു നെറേറ്റീവ്, ഒരു വ്യാഖ്യാനം സ്ഥാപിച്ചെടുത്ത് അവിടെയാണ് ഇതിലെ ഗൂഢാലോചന എന്ന് മുൻകൂട്ടി നിശ്ചയിച്ച് അത് സമൂഹത്തിൽ പ്രചരിപ്പിച്ച, തെളിവില്ലാതെ അത് പ്രചരിപ്പിച്ച അവർക്കെതിരെ നടപടിയെടുക്കാനാണ് ഈ വനിതാ കൂട്ടം ശ്രമിക്കേണ്ടിയിരുന്നത്. അതല്ലാതെ അത് കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുന്ന തികച്ചും നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ശ്രീജിത്ത് പണിക്കർക്ക് എതിരെയല്ല. തങ്ങൾക്ക് ആഗ്രഹമുള്ള വിധത്തിൽ മാത്രമേ മറ്റുള്ളവർ പ്രവർത്തിക്കാവൂ, അവർക്ക് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ചുള്ള നിയമങ്ങൾക്കനുസരിച്ചുള്ള അവകാശങ്ങളില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തിന് മാത്രമേ ഇപ്പോൾ ചെയ്ത നടപടിയെ അനുകൂലിക്കാനാകൂ. അതുപോലെ തന്നെ ബർക്കാദത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഇതിലെ വിക്ടിം നേരിട്ട് വന്ന് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ മറ്റൊരു വനിത നടത്തിയ അഭിമുഖത്തിലും ഞാനിപ്പോൾ വിക്ടിമിൻ്റെ പേര് കൂടി പറയാൻ എനിക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട്, അങ്ങനെ പറയുകയാണ്. അതിനുശേഷം ഇതിലെ അക്യൂസ്ഡ് 2 നടത്തിയ പരാമർശങ്ങളിൽ വിക്ടിമിനെ പുറത്തു കാണിച്ചു, ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞ് കേസെടുക്കുന്നതിൽ എന്താണ് അർത്ഥം? വിക്ടിം തന്നെ സ്വന്തമായി വരികയും അതുപോലെ മറ്റൊരാൾ വഴിയും തൻ്റെ ഐഡൻറ്റിറ്റി പുറത്താക്കിയതിന് ശേഷം മറ്റാരെങ്കിലും ആ ഐഡൻറ്റിറ്റി പുറത്താക്കി എന്ന് പറയുന്ന ഒരു കേസ് നിലനിൽപ്പുണ്ടോ? IPC 228A കീഴിൽ അത് എങ്ങനെയാണ് നിലനിൽക്കുക? അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം തെറ്റായ കാര്യങ്ങളാണ്. ആദ്യം തന്നെ ഇവരെല്ലാം വായിക്കേണ്ടത് ജഡ്ജ്മെൻ്റാണ്. ആ ജഡ്ജ്മെൻറ്റിൽ വിശദമായിട്ട് സാമാന്യന കാണാത്ത വിധത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് ഓരോ ഗൂഢാലോചന കാര്യത്തിനും ഉണ്ടായ തെളിവുകൾ എന്തെല്ലാമാണ്, അതിലെ പ്രോസിക്യൂഷൻ എന്താണ് കൊണ്ടുവന്നത്, അതിൽ പ്രതിഭാഗം എന്താണ് വാദിച്ചത്, അത് എന്തുകൊണ്ട് നിയമപരമായി നിൽക്കുന്നതാണോ അല്ലേ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരു ജഡ്ജ്മെൻറ്റ് എഴുതുക? ആ ജഡ്ജ്മെൻറ്റ് മറ്റാരും വായിക്കരുത് എന്നാണ് എങ്ങനെയാണ് പറയുക? അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ സമൂഹത്തിൽ പലരുടെയും വായ് മൂടി കെട്ടുവാൻ കാര്യമായ ശ്രമങ്ങൾ നടത്തുന്നു. അത് അനുവദനീയമാണോ? തീർച്ചയായിട്ടുമല്ല. മാത്രമല്ല അത് ഏത് വിധത്തിലാണ് ഒരു കുറ്റമാകുന്നത്? ഇംഗ്ലീഷ് അറിയാത്ത അല്ലെങ്കിൽ ഇത്രയും വലിയ വിധിന്യായം വായിക്കാത്ത അവരോട് ഇതാണ് വിധി
ഇതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് എപ്പോഴാണ് ഒരു തെറ്റായിട്ട് വരുന്നത്? ഇത് മറ്റ് നൂറുകണക്കിന് കേസുകളിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെല്ലാം ഇംഗ്ലീഷിൽ മാത്രമാണ് വിധിന്യായങ്ങൾ എഴുതുന്നത്. അത് അറിയാത്തവർക്ക് അവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കും. അതിലെന്താണ് തെറ്റ്? യാതൊരുവിധ തെറ്റും ചെയ്യാതെ സമൂഹത്തിനെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കുന്നവർക്ക് എതിരെ നടപടി വേണമെന്ന് പറയുന്നത് ദുഷ്ടലാക്കയുടെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം എല്ലാവരും വിധിന്യായം ഒന്ന് വായിക്കുക. അതിനുശേഷമാകാം ഇവരെ കുറ്റപ്പെടുത്തുന്നത്. അത് സത്യമേവ ജയതേ എന്നാണ് പറയുക. സത്യം മാത്രമേ വിജയിക്കൂ. അതുപോലെ തന്നെ യഥോ ധർമ്മ തഥോ ജയ. അത് എവിടെയാണ് ധർമ്മമുള്ളത് അവിടെയാണ് വിജയമുണ്ടാക്കുക. അതേ കാര്യങ്ങൾ കൃത്യമായി അങ്ങനെ നടക്കും. ആരെയും വ്യക്തിപരമായി അപമാനിക്കാനല്ല അവർ ശ്രമിക്കുന്നത്. അവർ ആരും പുതുതായി ഒരു തെളിവും ഒരു കാര്യങ്ങളും ഉണ്ടാക്കുന്നില്ല. അങ്ങനെയിരിക്കെ അവരെ ആക്രമിക്കാൻ കാണിക്കുന്ന ഈ രൗദ്രഭാവത്തിലുള്ള പ്രവർത്തനങ്ങൾ തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. അത് ഒരിക്കലും അനുവദിക്കപ്പെടാൻ പാടില്ലാത്തതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആദ്യം വിധി വായിക്കുക, അല്ലാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് തുനിഞ്ഞ് ഇറങ്ങാതിരിക്കുക. ഇതല്ല ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറയുന്നത് ഭരണഘടനയെയും നിയമങ്ങളെയും മാനിക്കലാണ്. അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ അത് പ്രവർത്തിക്കുവാൻ അനുവദിക്കലാണ്. തങ്ങൾ പറയുന്നത് മാത്രമനുസരിച്ച് ബാക്കിയുള്ളവർ ചെയ്യണം എന്ന് പറയുന്നതല്ല. മാത്രമല്ല ഇതിനെതിരെ ഇനി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം ഉണ്ടല്ലോ, അവിടേക്ക് പോവുകയും ചെയ്യാം. അതല്ല വിധിന്യായം വായിച്ച് മലയാളത്തിൽ പറയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ പോയി ഒരു കേസ് കൊടുക്കുക, അങ്ങനെ ഒരു ഉത്തരവ് വാങ്ങിക്കുക. അതാണ് ചെയ്യേണ്ടത്.